പ്രിയ സഹോദരി സഹോദരികളെ, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഏലിയ പ്രവാചകൻ അദ്ദേഹം കാർമൽ മലയിൽ ബലിയർപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ബലി സ്വീകരിക്കപ്പെടുകയും ബാൽ പുരോഹിതരുടെ ബലി നിരസിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവം വഴിയായി ശരിയായ ദൈവീയ വെളിപാടുണ്ടായി ദൈവമായ കർത്താവ് ആരാകുന്നു എന്ന് വ്യക്തമായി വെളിപ്പെടുത്തി. ഏലിയായുടെ ബലി സമ്പൂർണമായിട്ട് അഗ്നി ഇറങ്ങി കത്തിച്ച് സ്വീകരിച്ചു. അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രവചനപ്രകാരം തന്നെ മഴ അതിശക്തമായിട്ട് വരുന്നു എന്ന് മുൻകൂട്ടി സൂചന നൽകിക്കൊണ്ട് ആഹാബ് രാജാവിന് പൊക്കോളാൻ പറഞ്ഞു ഇസ്രയേലിലേക്ക്. അല്ലെങ്കിൽ രഥം ഈ പെരുമഴയിൽ വഴിയിൽ താന്നു പോകാൻ ഇടയുണ്ട്, സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. രഥം പുറപ്പെട്ടു. അതിന് മുമ്പിൽ പ്രവാചകന് ഓടുന്നതായിട്ടാണ് നാം കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. കാരണം എന്താണെന്ന് അറിയാമോ? മാനസാന്തരം ഇതുകൊണ്ടൊന്നും ഉണ്ടായില്ല. ആഹാബും മാനസാന്തരപ്പെട്ടില്ല, ജസബേലും മാനസാന്തരപ്പെട്ടില്ല. ആഹാബ് ദൂതം വഴി ജസബേലിനെ അറിയിച്ചു ഇങ്ങനെയൊക്കെയാണ് നടന്നത് കാര്യങ്ങൾ. ആ ബാൽ പുരോഹിതന്മാരെല്ലാം വധിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു. അവളന്നേരം കോപിഷ്ഠയായിട്ട് പറഞ്ഞു, നാളെ വൈകുന്നേരം ഈ സമയം കൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ നീയും ആ പ്രവാചകന്മാരെ പോലെ ആളായിട്ടില്ല എങ്കിൽ എൻ്റെ ദൈവങ്ങൾ എന്നോട് ഇതും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ശപഥം ചെയ്തു. വാസ്തവത്തിൽ അത് വധിക്കാനായിരുന്നു എന്ന് സംശയമുണ്ട്. കാരണം പേടിപ്പിച്ച് ഓടിക്കാനാ പറ്റും. അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓർഡർ ഇട്ടാൽ പോരെ, അവൻ്റെ കഴുത്ത് എടുത്തേക്കാൻ. അങ്ങനെ ചെയ്തില്ലല്ലോ. അപ്പോൾ അത് കേട്ടിട്ട് അദ്ദേഹം ഭയപ്പെട്ട് ഓടി, പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുന്നതാണ്. ഇനി നമുക്ക് ഇന്ന് കാണാൻ പോകുന്ന സംഭവങ്ങൾ 2 സംഭവങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ആ ഓടി ചെന്ന് ക്ഷീണിച്ച് അവശനായി പ്രാണരക്ഷാർത്ഥം തമ്പുരാനോട് മല്ല് പിടിച്ച് ഇത് മതി, മരണം ജീവിച്ചിരിക്കുന്നേക്കാൾ മരണമാണ് നല്ലത്, എന്നെ അങ്ങ് എടുത്തോളൂ എന്ന് പറയുന്ന ഹൃദയഭേദകമായൊരവസ്ഥയെ തരണം ചെയ്യുന്ന നാം കാണുന്നത്. അതായത് ജീവൻ ഒടുക്കുകയല്ല, ജീവൻ എടുക്കാൻ കർത്താവിനോട് പറയുക, ഞാൻ മടുത്തു. നമുക്കറിയാം, ഈ വലിയ ദൈവത്തിൻ്റെ പ്രേക്ഷകരൊക്കെ ഇതുപോലുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. മോശയ്ക്ക് ഈ അനുഭവം ഉണ്ടായല്ലോ. മോശ എന്താ പറഞ്ഞ് സംഖ്യയുടെ പുസ്തകത്തിന് 11-ാം അധ്യായത്തിൽ ആരംഭത്തിലെടുത്ത് നോക്കുകയും, ഞാൻ മടുത്തു, ഈ ജനത്തിനെല്ലാം ഈ മരുഭൂമിയിൽ ഇത്രയും പേർക്ക് മാംസം കൊണ്ട് കൊടുക്കാൻ ഞാൻ എവിടുന്ന് കൊണ്ടുവരാനാ? ആഹാ, ഈ പറയുന്ന ഒരു തള്ള കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന പോലെ ഇവരെല്ലാം കൊണ്ടു നടക്കാൻ ഞാനാണ് അവരെ പെറ്റുകൂട്ടിയത്. നിൻ്റെ അല്ല ഈ മക്കൾ, നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ എന്നെ അങ്ങ് കൊന്നുകളയുക എന്നാ മോശ പറഞ്ഞത്. നോക്കി എന്തൊരവസ്ഥയായിരുന്നു. ദൈവന് പരിഹാരം ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. ഇതേ അവസ്ഥ തന്നെയാണ് ജെറമ്യായ്ക്കും. അദ്ദേഹത്തോട് ദൈവം പറഞ്ഞിട്ടുണ്ടാകും, നിന്നെ ഞാൻ പിഴുതെറിയാനും പറിച്ചു നടാനും തല്ലിപ്പൊളിക്കാനും പടുത്തുയർത്താനുമായിട്ട് നിശ്ചയിച്ചിരിക്കുക. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു. നീ ബാലനാണെന്ന് നീ പറയണ്ട, നീ പൊക്കോ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പക്ഷേ ചെന്നിട്ടാണ് സംഭവിക്കുന്നത്. ദൈവം പറഞ്ഞു വിട്ട ആ സന്ദേശം അവർ ഉൾക്കൊള്ളാതെ നേരെ ശത്രുതയോടുകൂടി അദ്ദേഹത്തോട് പെരുമാറുകയും അദ്ദേഹത്തെ പീഡിപ്പിച്ചു, അക്ഷരാർത്ഥത്തെ പീഡിപ്പിച്ചു, കിണറ്റിലൊക്കെ തട്ടിയിട്ട് കളഞ്ഞു. അപ്പോൾ അത് എന്ത് ചെയ്തു? മനം മടുത്ത വിഷമിച്ച, ഇനി ഇതിനെക്കുറിച്ച് ഞാൻ മിണ്ടുകയില്ല, എനിക്ക് ഒരു രക്ഷയില്ല, ഇനി ഞാൻ എന്തിനാ ഇങ്ങനെ ജനിച്ചത്, അങ്ങനെ വളരെ വിഷമിച്ചു. ഭയങ്കരമായ രീതിയിൽ തമ്പുരാനോട് കോപിച്ചു, നീ എടുക്കണ, ഞാനൊരു പാവം, എന്നിട്ട് ഞാൻ ഇപ്പോൾ വാ തുറക്കുമ്പോഴൊക്കെ കലഹം, കൊലപാതകം, അതായത് വരാൻ പോകുന്ന ബാബിലോൺ അടിമത്തത്തിൻ്റെ ശത്രുക്കളൊന്നും പിടിക്കുന്ന കാര്യം പറയാൻ പോകുന്നത്. ഈ ജനം ഈ സുഖഭോഗാവസ്ഥയിൽ ജീവിക്കുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അവർക്ക് മനസ്സിലായില്ല, പടാര് സ്വീകരിച്ചില്ല, തമ്പുരാൻ്റെ വചനം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. തന്നെയല്ല, വചനം പ്രഘോഷിച്ച് അവനവർ പീഡിപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്നാ ഇത്? അവൻ പറഞ്ഞു, ഇനി ഞാൻ നിന്നെക്കുറിച്ച് മിണ്ടുകയില്ല, മിണ്ടത്തില്ല, പിണങ്ങി. അല്പനേരം കഴിഞ്ഞ് പറയാം, അയ്യോ, അസ്ഥിയിൽ പൂട്ടപ്പെട്ട അഗ്നി പോലെ നിൻ്റെ വചനം എനിക്ക് അനുഭവപ്പെടുന്നത്, എനിക്ക് മിണ്ടാതിരിക്കാൻ വയ്യ എന്നാ. അത് വേറൊരു അനുഭവമാണ്. എന്നിട്ട് വീണ്ടും അദ്ദേഹം നിരാശയിലേക്ക് വരുന്ന കാണുന്നുണ്ടല്ലോ. അവിടെ ഞാൻ ഉണ്ടായ ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ, നിനക്കൊരു ആൺകുട്ടി പിറന്നു എന്ന് എൻ്റെ അപ്പനോട് ചെന്ന് പറഞ്ഞവന് ശപിക്കപ്പെട്ടവനാകട്ടെ, അവരിരുന്നുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ എന്നെ കൊന്നില്ല,
ഞാൻ ഇങ്ങോട്ട് വന്നത്, ഈ പിറന്നു വന്നത് എന്നെ ഇത് കാണാനാണോ? ഈ കലവും കൊലയും കൊലപാതകവും കാണാനാണോ? എന്ന് പറയുന്ന ഭാവമൊക്കെ നമുക്കറിയാം. അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ പ്രതിസന്ധിയിൽ എന്നെ അങ്ങ് എടുത്തോ, മരിച്ചാൽ മതി എന്ന് പറയും. യോന അങ്ങനെ പറയുന്നുണ്ടല്ലോ. യോന വേറെ അസ്തത്തിലാണെന്നല്ലോ. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് നല്ലത്. കാരണം അദ്ദേഹത്തിന് കുശുമ്പും അസൂയയും കൊണ്ട് വചനം പ്രഘോഷിച്ചപ്പോൾ അവർ മാനസാന്തരപ്പെട്ടു നിനിവേക്കാർ. അതുപോലും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാമെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ഭയങ്കര സ്നേഹസമ്പന്നനും കൃപാലും ഒക്കെയാണ്, നീ കോപിക്കുവാൻ മടിയുള്ളവനാണ്, അപ്പം അതുകൊണ്ട് നീ കരുണയാണെന്ന്. കാരണം പക്ഷെ കാര്യമൊക്കെ ശരി തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ എന്നെ അങ്ങ് എടുത്തോ, ജീവൻ എന്ന് പറയുന്നുണ്ട് യോന. യെരമ്യായും മോശയും യോനയും ഒക്കെ പറയുമ്പോൾ തന്നെ ഈ പ്രവാചകൻ ഇവിടെ ഏലി പ്രവാചകൻ പറയും, ഞാൻ മടുത്തു. അപ്പം അവൾ കാണുന്ന രണ്ട് ഘട്ടങ്ങൾ നമ്മളുണ്ട്. ഒന്ന്, തളർന്നുറങ്ങാം. ഒരു വാടാമുൾച്ചെടിയുടെ അടിയിൽ കിടന്നങ്ങ് ഉറങ്ങി. ഉറങ്ങി കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ദൂതനടുത്ത് എന്നെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, ഉണർന്ന് ഭക്ഷിക്കാൻ പറഞ്ഞു. തൊട്ടടുത്ത് നോക്കിയപ്പോൾ അപ്പോൾ ഇരിക്കുന്നു, പാത്രത്തിൽ വെള്ളം ഇരിക്കുന്നു. അത് ഭക്ഷിച്ചു, കുടിച്ചു, വീണ്ടും കിടന്നു ഉറങ്ങിയപ്പോൾ വീണ്ടും തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, ദേ ഒരു കാര്യം, നിന്റെ യാത്ര ദുഷ്കരമായിരിക്കും, അതുകൊണ്ട് വീണ്ടും ഭക്ഷിച്ചിട്ട് ഓടിക്കൊള്ളാൻ പറയും. ഇതാണ് ആ സംഭവം എന്ന് പറയും. ആ സംഭവം നമുക്ക് 40 രാവും 40 പകലും വരെ നടന്നു ഓടിയെന്നാണ് പറയും. 40ൻ്റെ പ്രാധാന്യം കണ്ടു. മരുഭൂമിയിൽ 40 കർത്താവിൻ്റെ ഉപവാസം. ഈ ജനം 40 വർഷം അവിടെ ജീവിച്ചത്. അപ്പം ഇതിനൊക്കെ വല്ല പ്രതീകാത്മക അർത്ഥമുണ്ട്. മരുഭൂമിയിലെ അനുഭവമാണ്. ഓർത്ത് നോക്കി ആ ഭാഗം നിങ്ങളെടുത്ത് വായിച്ചു നോക്കാം, ധ്യാനിച്ച് നോക്കാം. ഒരുപാട് ഉൾക്കാഴ്ചകളും ദൈവ വിജ്ഞാനീയവും ദൈവശാസ്ത്രവും നിറഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം എന്നാ ചെയ്യുന്നത്, അവിടുന്ന് പോയി ഹോറബിലേക്ക് പോയത്. ഹോറബ് എന്ന് പറയുന്നത് ഇവിടെ, അതായത് വെളിപാട് ഉണ്ടായ സ്ഥലമാണ്. മോശയ്ക്ക് വെളിപാട് ഉണ്ടായ സ്ഥലമാണ് ഹോറബ്. സീനായി മലയ്ക്ക് ഹോറബ് എന്ന് പറയും, രണ്ടും ഒന്ന് തന്നെയാണ്. അവിടെ ഒരു ഗുഹയുണ്ട്, അതിലേക്കാണ് പോയത്. സീനായി മല കയറി ചെന്ന് നമുക്ക് പോലെ കയറാൻ കേട്ടോ. അപ്പം നിങ്ങൾ പഠിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഈ സീനായി മല കയറി ഓർക്കുക. അതായത് 2 മണി രാത്രിക്ക് പ്രൊഫസറും സ്റ്റുഡൻസും കൂടി അടിവാരത്തിൽ പോയി കിടന്നിട്ട് 2 മണി രാത്രിയാകുമ്പോൾ കയറ്റം തുടങ്ങും. കാരണം വെയിൽ തെളിഞ്ഞാൽ കയറാൻ പറ്റില്ല. കയറി ചെല്ലുന്ന ഓരോ ഭാഗത്തും വിശ്രമിക്കാൻ സ്ഥലമുണ്ട്. അങ്ങ് അവസാനം 6 മണിയായപ്പോഴാണ് മുകളിൽ ചെന്നത്. അപ്പം അത്രയും ഉണ്ട് അതിൻ്റെ യഥാർത്ഥത്തിൽ കയറുകയാണെങ്കിൽ. വേറൊരു ഭാഗത്തൂടെ ഇറങ്ങിപ്പോരുകയാണെങ്കിൽ അത് സമയം എടുക്കില്ല. തിരിച്ചിറങ്ങിപ്പോന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് താഴെത്തി. ഒരു 4 മണിക്കൂർ നേരത്തെ കയറ്റമുണ്ട്. കയറി അങ്ങ് മുകളിൽ ചെന്ന് ഞങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിച്ച കാര്യം ഓർക്കുന്നുണ്ട്. അപ്പം അവിടേക്ക് ദേവിയെ ബലിപാടിൻ്റെ ഉത്ഭവ സ്ഥാനമാണ്. അവിടെയാണ് മോശയ്ക്ക് ഈ കത്തി എരിയാത്ത മുൾപ്പടർപ്പ് കാണാനിടയായ സ്ഥലമാണത്. ഇതാണ് ഹോറബ് എന്ന് പറയും. അവിടെ വെച്ച് തന്നെയാണ് ജനത്തെ ഈജിപ്തിൽ കൊണ്ടുവന്ന് ആ ഉടമ്പടി ആദ്യത്തെ ഉടമ്പടി ഉണ്ടാകുന്നു. നീ എൻ്റെ ജനം ഇവിടെ വന്ന് എനിക്ക് ആരാധന ചെയ്യും, 3 ദിവസം യാത്ര ആരാധന കർത്താവ് മുൻകൂട്ടി പറഞ്ഞ് അവിടെ വെച്ചാണ്. അപ്പോൾ അങ്ങനെ അവിടെ ആരാധന നടത്തിയിട്ട് അവിടെ വെച്ചതാണ് 10 കൽപ്പന നടക്കുന്നത്. അപ്പോൾ കണ്ടേ ഹോറബ് മലയുടെ പ്രാധാന്യം കണ്ടോ. അങ്ങോട്ടത്തെ ഓടി അവിടെ ചെന്ന് ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിക്കുമ്പോഴാണ് കർത്താവ് വിളിക്കുകയൊക്കെ, നീ അവിടെ ഉണ്ടാകുന്നു, നിന്റെ ആത്മശോധനയ്ക്കുള്ള വിളിയാണ്, നീ എന്ത് ചെയ്യണം അവിടെ. സൈന്യങ്ങളുടെയുമായ കർത്താവിനെ കുറിച്ചുള്ള തീർത്ഥ ഞാൻ ജ്വലിക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ ഒന്നേ പറയുക. അപ്പോൾ കർത്താവ് നീ പുറത്തോട്ട് വാ. ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ദൗത്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് കർത്താവ് ഇഷ്ടമുള്ള കാര്യമില്ല. അതുകൊണ്ട് നീ എൻ്റെ പുറത്തേക്ക് വരാം. പുറത്തേക്ക് വന്നെന്ന് കണ്ട് ഭയങ്കരമായ കൊടുങ്കാറ്റുണ്ടായി, മല പൊട്ടി തകർത്ത്, പാറകൾ പൊട്ടി പൊളിച്ച്, ദൈവസ്ഥാനത്തിന് പ്രതിഭാസങ്ങളാണ് ഇതൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുമ്പോൾ ഉടനെ അവിടെ പറയുക. പക്ഷേ ദൈവം അവിടെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവ് മരിക്കുന്ന ഒരു ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. അതിന് കുറേ കഴിഞ്ഞ് അഗ്നി ഇറങ്ങി, ഭയങ്കരമായ അഗ്നിജ്വാല അങ്ങ് കത്തിപ്പടർന്നു കഴിഞ്ഞു. അവിടെയും ദൈവമില്ലായിരുന്നു. കണ്ടോ, ദൈവശാസ്ത്രജ്ഞൻ എഴുതിയിരിക്കുകയാണ്, പിന്നീട് ഒരു മൃദുലമായ സ്വരം അവൻ കേട്ടു. അപ്പം ദൈവം എന്ന് പറയുന്നത് ഈ കോലാഹലത്തിന് നടുവിലല്ല. നമ്മുടെ ദൈവം കോലാഹലത്തിന് ദൈവമല്ല, നമ്മുടെ ദൈവം സമാധാന ദൈവമാണ്. വെറുതെ പറഞ്ഞതല്ല. അപ്പം വളരെ മൃദുലമായ സ്വരം കേട്ടിട്ട് വീണ്ടും ആ ചോദ്യം തന്നെ ആവർത്തിക്കുക, ഏലിയ നീ എന്ത് ചെയ്യുകയാണ് പറയുന്നത്. അപ്പം പറഞ്ഞു, ഞാൻ ഇന്നതുപോലെ തീർത്ഥമായി ജ്വലിക്കുക. വാസ്തവത്തിൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താണെന്നറിയാമോ, അദ്ദേഹത്തിൻ്റെ ഭയങ്കരമായ ഒരു നിരാശയിലെന്ന് വിളിച്ചു പറയുക. അതായത് ഞാൻ മാത്രമേ ഉള്ളൂ, നിനക്ക് ബാക്കിയുള്ളതെല്ലാം വധിക്കപ്പെട്ടു. അവിടെ ദൈവം പറയാം, മണ്ടൻ, ബാലന് മുമ്പിൽ മുട്ടുകിടാത്ത 7000 വരെ ഞാൻ അവശേഷിപ്പിക്കണം. അപ്പം നമ്മൾ എന്താ ധരിക്കേണ്ടത്? എന്താ? നമ്മൾ വിചാരിക്കും എല്ലാവരും വിശ്വാസം പോയി, വിശ്വാസം ക്ഷയിച്ചു, യൂറോപ്പെല്ലാം പള്ളിയൊക്കെ പൂട്ടി, അവിടെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് ഒരു മാധ്യമ പ്രചരണമാണെന്ന് മനസ്സിലാക്കണം.
ദൈവവിശ്വാസമൊന്നും അത്രയൊന്നും പോയിട്ടൊന്നുമില്ല. ഇത്രമാത്രം മെറ്റീരിയലൈസ്ഡുള്ള രാജ്യങ്ങളിലെ ഗ്രാമങ്ങളിലേക്ക് എന്നാൽ ദേവാലയങ്ങളിൽ ഞായറാഴ്ച ആൾ തിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഈ മാധ്യമ പ്രചരണമൊന്നും അധികം നമ്മൾ എടുക്കേണ്ട, അത് പല ഉദ്ദേശത്തോടുകൂടി പ്രേരിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നീ നിൻ്റെ കാര്യം നിന്നെ ഏൽപ്പിച്ച് ദൗത്യം നിർവഹിച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ ദൈവം നോക്കിക്കോളും. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുക എന്താ പറഞ്ഞത്, അതായത് ബാലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത 7000 പേരെന്ന് പറഞ്ഞാൽ എന്നാ 7000 എന്ന് പറഞ്ഞാൽ ഏലിയെ പോലെ തന്നെ 7000 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് നമ്പർ. 7 എന്ന് പറഞ്ഞാൽ നമ്പർ പെർഫെക്ഷനാണ്, 1000 അതിലും പെർഫെക്ഷനാണ്. 7 പ്രാവശ്യം 1000 എന്ന് പറഞ്ഞാൽ അനന്തം. അന്ന് പറഞ്ഞാൽ നീ വിചാരിക്കുന്ന ടീമായിട്ട് എനിക്ക് എൻ്റെ മക്കളുണ്ട് ഭൂമിയിൽ, വിശ്വാസ സമൂഹം ഇവിടെ സജീവമായിട്ടുണ്ടെന്ന്. അതുകൊണ്ട് നീ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ എന്ന് മാത്രം നീ നീ മാത്രം വിശ്വസ്തനാണെന്ന് നീ കരുതേണ്ടതില്ല. അപ്പം കർത്താവിന് വിശ്വസ്തതയിലെ ആളുകൾ അവിടെ ഉണ്ട്, അത് കർത്താവിന് മാത്രമേ അറിയാവുള്ളൂ. അത് നീ അതേക്കുറിച്ച് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം, നിന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യുക, നിന്നെ ഏൽപ്പിച്ച് ജോലി നീ അവിടെ ചെയ്യേ. അതായത് നീ അവിടെ പോയി ഗുഹയ്ക്കകത്ത് പോയിരുന്ന് ജീവിതകാലം മുഴുവൻ ധ്യാനിച്ച് കൂട്ടി ഇരിക്കാനല്ലോ നിന്നെ വിളിച്ചിരിക്കുന്നത്. നീ ധ്യാനിച്ചോ, ദൈവസ്ഥാനത്ത് അനുഭവം, പക്ഷേ പുറത്തേക്ക് വേണം നിന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യണം. പ്രധാനപ്പെട്ട ജോലി എന്താണ്? സിറിയയിലെ ഒരു രാജാവായിട്ട് ഹസേലിനെ നീ വാഴിക്കണം. ഒന്നത് കാരണം വരാൻ പോകുന്ന കാര്യങ്ങൾ, വരാൻ പോകുന്ന ഘട്ടങ്ങൾ നടക്കാൻ പോകുന്ന യൂദ രാജാവിന് യേഹുവിനെ നീ വാഴിക്കണം. കർത്താവ് കണ്ടു, യേഹു ആണ് കാണുന്ന ചെന്നിട്ട് അവസാനം ജെസബേൽ രാജ്ഞി 4-ാം നിലയ്ക്കകത്തേക്ക് ആരാ നിൽക്കുന്നത് നോക്കിയിട്ട് അവൾ എടുത്ത് അവളഞ്ഞിട്ട് എറിയാൻ പറഞ്ഞു. അയക്കപ്പെട്ട് പേടിച്ച് അവൾ വലിച്ച് താരെ കയറിയപ്പെട്ട് അവിടെ തലയും കയറി കൈയും കാലും ചെറിയ നായ്ക്കൾ അവിടെ രക്തം കുടിച്ചത് പ്രവചനമായി. ഇത് യേഹു വായിച്ചത്. പിന്നെ എലീഷായെ പ്രവാചകനാക്കി നിന്റെ അനുഗാമിയായിട്ട് വാഴിക്കാൻ പറയും. 3 കാര്യങ്ങൾ ഏൽപ്പിക്കും. അപ്പോൾ എന്നിട്ട് ഇദ്ദേഹത്തിന് ഈ പ്രവാചകനെ വാഴിക്കാനേ പറ്റുള്ളൂ, ബാക്കി അദ്ദേഹം എലീഷായെ ഏൽപ്പിച്ച് അദ്ദേഹം തന്നെ ചെയ്തു. അപ്പോൾ ഈ വാസ്തവം പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ദൈവാനുഭവമാണ് പ്രധാനപ്പെട്ട കാര്യം. ഓരോ ഭാവം ധ്യാനിക്കേണ്ട കാര്യം തന്നെയാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളെന്തുകൊണ്ടാണ് മാനസാന്തരപ്പെട്ടില്ല? അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് മാനസാന്തരപ്പെടണം എന്നില്ല. പല ആളും വിചാരിക്കുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാണ് ഈ മനുഷ്യൻ മാനസാന്തരപ്പെടുമെന്ന്. ഇല്ല, മാനസാന്തരം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഉള്ളിലെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഈ അത്ഭുതം പ്രവർത്തിക്കുന്നത് കൊണ്ടൊന്നും മാനസാന്തരം ഉണ്ടാവില്ല. അങ്ങനെ ചില ധ്യാനഗുരുക്കന്മാരെ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തനം, അത്ഭുത പ്രതിഭാസം ഉണ്ടായി കഴിഞ്ഞാൽ മാനസാന്തരം ഉണ്ടാകുമെന്ന്. നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട എന്നാണ് ഇവിടെ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം. അതായത് അഗ്നി ഇറങ്ങി ബലിവസ്തു സ്വീകരിച്ച് അതിനേക്കാൾ അത്ഭുതം എവിടെയിരിക്കുന്നത്? അപ്പോൾ നീ ദൈവമായ ജനം മുഴുവൻ പറയും നീ തന്നെ സത്യമായ എന്ന് പറഞ്ഞിട്ട് അവിടെ മാനസാന്തരം ഉണ്ടായില്ല. ആഹാബിന് ഒരു മാറ്റവും ഉണ്ടായില്ല, ജെസബേലിന് മാറ്റം ഉണ്ടായില്ല. അപ്പോൾ കഠിനമായ ഹൃദയത്തിൽ മാനസാന്തരം ഉണ്ടാകണമെങ്കിൽ നിന്റെ ഹൃദയങ്ങളിലേക്ക് കർത്താവിൻ്റെ വചനവും ആത്മാവും കടന്നു വരണമെങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ. തന്നെയല്ല, ഭയന്നു പോയില്ലേ പ്രവാചകൻ? ഭയങ്കരമായിട്ട് ഭയന്നു. മാനുഷികമായ കാര്യമാണ് ഈ ഭയം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ഭയം മാറുന്ന എപ്പോഴാണ്? കർത്താവിൻ്റെ ശക്തി കടന്നു വരുമ്പോഴാണ് ഭയം മാറുന്നത്. അതുപോലെ തന്നെ മരുഭൂമിയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്ന നിരാശ, അങ്ങേയറ്റത്തെ വലിയ നിരാശയിലേക്ക് അതഞ്ഞൊന്ന് പെട്ടു. അതുകൊണ്ട് എന്നാ ചെയ്തു? നിരാശപ്പെട്ട് ജീവൻ ഒടുക്കാൻ എന്ന് പറഞ്ഞാൽ ആത്മഹത്യ. പ്രവാചകൻ ആത്മഹത്യക്കല്ലേ പറയും, ജീവൻ എടുത്തോളാൻ പറയും. നീ ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ അമ്മമാരൊക്കെ പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവ് എന്നെ അങ്ങ് എടുത്തു എന്ന് പറയുന്നത് പോലെയായിരുന്നു. അതായത് മടുത്തു, കണ്ടുവാനും ഈ പിള്ളേരെ കൊണ്ട് മടുത്തു, വീട്ടിലെ വർക്ക് കൊണ്ട് മടുത്തു, ആ പാടെ അതിഭയങ്കരമായ ബുദ്ധിമുട്ട്, ക്ലേശം, ഭാരം. ആരോടാ പറയുന്നത്? അപ്പോൾ ഈശോയോട് അറിയാൻ പറയാം, എൻ്റെ ദൈവം എന്നെ അങ്ങ് എടുത്തോ, ഇവരുടെ നടുവിൽ നിന്നെന്ന് പറയാറില്ലേ? അതേ രീതി തന്നെയാണ് ഇവിടെ, എന്നെ അങ്ങ് എടുത്തോ, പറ്റുന്നില്ല. അപ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വരിക. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഒക്കെ നാം വിചാരിക്കുന്നത് നമ്മെ തനിച്ച് ദൈവം വിടുകയില്ല. ദൈവത്തിൻ്റെ ദൂതൻ കടന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം തന്നെ കടന്നു വന്നതാണ്. അപ്പം നിന്നെ തളർത്തിക്കളഞ്ഞിട്ട് നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവം അല്ല നമ്മുടേത്. നീ കടന്ന് വിഷമിക്കുന്ന കണ്ട് ചിരിക്കുന്ന ദൈവമല്ല നമ്മുടേത്. ഇത് പലതും ധരിച്ചിരിക്കുന്ന പോലെ നമ്മളെ ഇട്ട് കളിപ്പിക്കുന്ന ദൈവം അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ദൈവം നമ്മുടെ വേദനയിൽ നമ്മുടെ നിലവിളി കേൾക്കുന്നവനാണ്. ആരംഭം തൊട്ട് ഇത് തന്നെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. മോശയോട് പറഞ്ഞ് എൻ്റെ ജനത്തിന് നിലവിളി എൻ്റെ പക്കൽ എത്തിയിരിക്കുന്നു. നിലവിളി കേൾക്കുന്ന നമ്മുടെ ദൈവം. ആ നിലവിളി കേട്ടിട്ടാണ് മനുഷ്യാവതാരം ചെയ്ത് കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ആശ്വാസമായിട്ട് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുക എൻ്റെ പക്കൽ വരുവിനെന്ന് ഈ സത്യമൊന്ന് പ്രഘോഷിച്ചാൽ, ഇത് ഉള്ളിൽ തട്ടിയാൽ ആരാ ഈശോയുടെ പുറകെ പോകില്ലാത്ത? 10,000 ഇപ്പോൾ യേശുവിൻ്റെ പിന്നാലെ എന്ന് പറഞ്ഞ് നാം പറയുന്നുള്ളൂ. ചുമ്മാ ഒന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. അതാരും ഗോതമ്പും അപ്പവും കൊടുത്തിട്ടൊന്നുമല്ല. അവരുടെ ഹൃദയങ്ങൾക്ക് സ്പർശനമുണ്ടായി. യേശു ആശ്വാസം കൊടുക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ പക്കൽ വരും, ഞാൻ അവരെ ആശ്വസിപ്പിക്കുക എന്ന് പറയുന്ന ഒരനുഭവത്തിലേക്ക് ആളുകൾ കടന്നു വരുന്നു. ഭീകരമായുള്ള യുദ്ധത്തിൻ്റെ നടുവിലും അതിഭയങ്കര ശത്രുവിൻ്റെ നടുവിലുമൊക്കെ ഈ അനുഭവം തുടർച്ചയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യം നാം ഓർക്കണം എല്ലായിടത്തും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സംഗതി
നിന്റെ യാത്ര ദുഷ്കരമാകും, അതുകൊണ്ട് നീ ഭക്ഷിക്കാൻ പറയും. അപ്പവും വെള്ളവും പരിശുദ്ധ കുർബാനയുടെ പ്രതീകമായിട്ട് എടുത്തു പറയാറുണ്ട്. നിനക്ക് യാത്രയ്ക്ക് ബലം കിട്ടണമെങ്കിൽ ഈ അപ്പവും ഈ വെള്ളവും ചെല്ലണം. നമ്മുടെ ജീവിതത്തിന് ബലം കിട്ടണമെങ്കിൽ പരിശുദ്ധ കുർബാന നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അപ്പോൾ ആ യാത്ര എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെറും അവിടം വരെ ചെന്നെത്തുക എന്നുള്ളതല്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണ്. 40 ദിവസം 40 രാ 40 പകലും നടന്നില്ലേ? ഇപ്പം എൻ്റെ ഒരു ആകും നമുക്കറിയാമല്ലോ. ആ യാത്രയല്ല പ്രധാനപ്പെട്ട, യാത്ര കഴിഞ്ഞുള്ള ദൗത്യം പ്രധാനപ്പെട്ട. നിന്റെ ദൗത്യം നീ ദുഷ്കരമാകാതിരിക്കണമെങ്കിൽ നീ ഇത് സംഭവിക്കണം, നീ എടുത്ത് ഭക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ആ വാക്കിൽ പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ മുകളിലുള്ള ഈ ഗതി നേരെ പോകണമെങ്കിൽ നീ അനന്തിൻ്റെ ബലിയിൽ പങ്കെടുത്ത് അവിടുന്ന് ശക്തി ആർജിക്കണം. ഈശോ മിശിഹാ തിരിച്ച രക്തങ്ങളാണ് അവിടെ. അപ്പവും നമുക്ക് നൽകുന്നത് അവിടുത്തെ വെറും അപ്പവും വെള്ളവുമല്ല, നമുക്ക് കിട്ടുന്ന ഈശോ മിശിഹാ തിരിച്ച രക്തങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീവനും അവിടുത്തെ ശക്തിയും അവിടുത്തെ സാന്നിധ്യമാണ്. ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രവാചകന്മാർ പറഞ്ഞത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ വന്നിരിക്കുന്ന ആ വിശുദ്ധ കുർബാന. ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്താ പറഞ്ഞത്? നിങ്ങളോട് ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ എതിരെ പോയാൽ നിന്റെ കൂടെയുണ്ട്, നീ എനിക്ക് ബഹുമാനാണ്, എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാ, നീ സമുദ്രത്തിൻ്റെ ആഴത്തിലൂടെ പോയാലും ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ അഗ്നിയുടെ ചിറകിൽ കൂടെ പോയാലും ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട യാക്കോബ് എന്ന് പറഞ്ഞ ആ ദൈവ സാന്നിധ്യം അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് പരിശുദ്ധ കുർബാന. ഐ എം വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്, ഭയപ്പെടേണ്ടെന്ന് പറയുന്ന അനുഭവമാണ്. അവിടെ യാത്ര ദുഷ്കരമായിരിക്കും. അപ്പോൾ ബെർഷേബായി ചെന്നപ്പോൾ തൻ്റെ സേവകൻ ശുശ്രൂഷകന് പറഞ്ഞു വിട്ടു, കൊള്ളാമായി. അത് ഞാൻ തനിച്ചായി. എന്നിട്ട് അവിടെ നിന്ന് 500 കിലോമീറ്റർ തെക്കാണ് ഹോറം എന്ന് പറയും. ബർഷേബ എന്ന് പറയുന്ന സ്ഥലത്ത് 500 കിലോമീറ്റർ. ഈ സ്ഥലമൊക്കെ ഇപ്പോൾ നമുക്ക് ചെന്ന് കാണാവുന്നതാണ്. അതൊക്കെ ഇതൊന്നും ഭാവനയൊന്നുമല്ല. അതുകൊണ്ടാണ് വിശുദ്ധ സ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടണം നമ്മൾ ആഗ്രഹിക്കും. അതുകൊണ്ട് നമുക്ക് ചെന്ന് കാണാം, സന്ദർശിക്കാം. സീനായി മലയിൽ ചെന്ന് കാണാം, മല കയറാം. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല മല കയറാനായിട്ട്. ആ ഭയങ്കര വെയിലത്ത് നിന്ന് കയറി പോകുന്ന സാധാരണ ഒരു ഗ്രൂപ്പ് പോകുന്നത് മല കയറി കണ്ടിട്ടില്ല. ഞങ്ങൾ പഠിക്കാനുള്ള ഉദ്ദേശത്തിൽ പോകുന്ന പഠന ഗ്രൂപ്പായതുകൊണ്ട് പ്രൊഫസറുമായിട്ട് ഞങ്ങൾ രാത്രി 12 2 മണിക്ക് ചെന്നിട്ട് മല കയറി. എന്തുകൊണ്ട്? അത് പഠന ഗ്രൂപ്പ് ആയതുകൊണ്ട്. എങ്കിലും മല നമുക്ക് കാണാൻ അവിടെ കാണും. മല അങ്ങോട്ട് കയറി ചെന്ന മുകളിൽ എത്താത്ത രീതിയിൽ സ്റ്റേഷൻസൊക്കെ അവർ ഫിക്സ് ചെയ്യുകയും കയറി ചെല്ലുന്നവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ സമയമെടുത്ത് പോകാൻ ആരെ കൊണ്ട് പറ്റും? ഒരുപാട് സമയമെടുത്ത് വേണം നമുക്ക് അവിടെയൊക്കെ കയറി ചെല്ലാൻ. സാധാരണ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ ടൂറിസ്റ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നടക്കില്ല. ഓട്ടം തന്നെ ഓട്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഹോറബ് മലയിൽ കയറി ചെന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താ? ഉറവിടത്തിലേക്ക് ചെന്നു. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവിടെ ദേവീ വെളിപാടിൻ്റെ ഉറവിടത്തിലേക്ക് പോയാൽ ദൈവ സാന്നിധ്യം തീവ്രമായിട്ട് കിട്ടുന്ന സ്ഥലം തേടിപ്പോയി ഏരിയ. നമുക്ക് ആ സാന്നിധ്യം എവിടെയാണ്? നമ്മുടെ ദേവാലയം. അപ്പം നമ്മുടെ ജീവിതത്തിന് പ്രതിസന്ധി, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഈശ്വര ദീപകാരനെ അടുത്തേക്ക്, ദീപകാരൻ്റെ സാമീപ്യത്തിലേക്ക്, ദീപകാരൻ്റെ സാന്നിധ്യത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ആ സാമീപ്യം ചെന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹൃദയത്തിന് പുതിയ ഉണർവുണ്ടാകും, ശക്തി ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ഈ പരിച്ഛീനത എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ക്ഷീണിച്ച് നിൽക്കുന്ന മനുഷ്യനും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമർപ്പണ ജീവിതത്തിൽ, ആ കുടുംബങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ സമർപ്പണ ജീവിതമാണ് ഈ കുടുംബങ്ങളുടെ ജീവിതം എന്ന് പറയും. ആ പരസ്പരം സമർപ്പിക്കപ്പെട്ട എന്തിനാ കുട്ടികൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി പരസ്പരം സമർപ്പിക്കപ്പെടുക. പക്ഷേ ആ സമർപ്പിത ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ ടെൻഷൻ ഉണ്ടാകുന്ന അവസരത്തിൽ നാം ആർജിച്ചെടുക്കേണ്ട ശക്തി ദിവ്യകാരുണ്യ സാമീപ്യത്തിൽ നിന്നാണ് എന്ന കാര്യം ഓർക്കണം. അപ്പോൾ ഇങ്ങനെ നിരാശ എന്തായിരുന്നത്? നിരാശ, ഞാൻ എൻ്റെ ബോഡി ഇത്രയും നാളുമെല്ലാം പണിതെല്ലാം ഫലശൂന്യമായി പോയല്ലോ, അങ്ങനെ ചിന്തിച്ച് നിരാശ അങ്ങനെയല്ലേ? ഞാൻ ഒരു പാഴായി പോയല്ലോ, ഞാനൊരു പാഴ്മരമായി പോയല്ലോ, എന്നെക്കൊണ്ട് എന്നെ പ്രയോജനം ഉണ്ടായി, ഞാൻ ഇതെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് വലിയ കേമനായിട്ട് അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ട് വലിയ രീതിയൊക്കെ കണ്ടിട്ട് എന്നെക്കൊണ്ട് പ്രയോജനം ഉണ്ടായില്ലോ, നിഷ്ഫല എന്ന് പറഞ്ഞൊരു ചിന്ത പലപ്പോഴും നമുക്കുണ്ടാകാവുന്നതാണ്. ഒരുപാട് കാലം അധ്വാനിച്ച് ഒരുപാട് നന്മ, പലപ്പോഴും അജപാലകർക്ക് ഒരുപാട് നന്മയൊക്കെ ചെയ്തിട്ട് അവസാനം എന്തെങ്കിലും ചെറിയൊരു കുറവ് കണ്ട് കുത്തി ആളുകൾ സംസാരിച്ച് പഠിച്ച് മുറിവേൽപ്പിച്ച് വിട്ട് കഴിയുമ്പം ചിന്തിക്കുന്ന മനസ്സിൻ്റെ വിഷമം ഇതാണ്: അയ്യോ, ഞാൻ എൻ്റെ ജീവിതം പാഴാക്കി കളഞ്ഞല്ലോ, ഇത്രയും കാലം ഞാൻ ഇത്രയും നന്മ ചെയ്തിട്ട് അത് ആരും ഒന്നും പറയുന്നില്ലോ, പറയുന്ന ഒരു ചെറിയ വീഴ്ച മാത്രമേ, ഏതോ ഒരു കണക്കിനൊരു പെശക് വന്നു, അത് വെച്ചുകൊണ്ട് അച്ഛനെ അങ്ങ് മോശമാക്കി ചിത്രീകരിച്ചിട്ട് മനസ്സ് മുന്നാക്കി വേദനിച്ച് കണ്ണീരോടുകൂടി പിരിയുന്ന അനുഭവങ്ങൾ ധാരാളം ഉണ്ട്. അതിനെ ഇവിടെ ഉണ്ടായിരിക്കുന്ന. അപ്പോൾ ആണ് പരശൂന്യത എന്ന് പറയുന്നത് പരാജയബോധം. ജീവിതത്തിന് അത് ഈശോയ്ക്ക് ഉണ്ടായില്ലേ? ഗെത്സമേൻ തോട്ടത്തിൽ സംഭവിച്ചതാണ്. ഗെത്സമേനിൽ കർത്താവ് പോയി കുത്തിയിരുന്നത് എന്തിനാ? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്നത്തെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതുവരെ ചെയ്തതിനൊക്കെ ഫലമുണ്ടായില്ല എന്നുള്ള ദുഃഖമല്ല കർത്താവിന് കർത്താവിനോട് വന്ന് ഞാൻ ഉടനെ നിർവഹിക്കാൻ പോകേണ്ട ദൗത്യത്തിന് ശക്തി ആർജിക്കാൻ പിതാവിൻ്റെ അടുത്ത് പോയിരിക്കുകയായിരുന്നു. എന്നെക്കൊണ്ട് പറ്റിയില്ല തനിച്ച്, അതുകൊണ്ട് കഴിയുമെങ്കിൽ കാസ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നതിൻ്റെ കൂടെ തന്നെ അത് എൻ്റെ ഇഷ്ടമൊന്നുമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ നിർവഹിക്കപ്പെടട്ടെ എന്ന് പറയുന്ന അവിടെയാണ് അവിടെ യഥാർത്ഥത്തിലുള്ള ജീവൻ കടന്നു വരുന്നത്.
അപ്പോൾ കർത്താവിൽ ആശ്രയിക്കാൻ അവിടെ വന്നിരിക്കുക. എന്ത് നമ്മൾ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്, കർത്താവിൽ ആശ്രയിക്കുക. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും കർത്താവിൽ ആശ്രയിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇവിടെ നമുക്ക് മോശയ്ക്കുണ്ടായ അനുഭവമാണ് വേണേൽ താരതമ്യം ചെയ്യാം. മോശമായ സാദൃശ്യമുണ്ട് അവിടെ. കാരണം രണ്ടുപേരുടെ പ്രശ്നം ജനത്തിൻ്റെ അവിശ്വസ്തതയാണ്. രണ്ടുപേരും പറഞ്ഞ ഇതാണ് അല്ലേ. മോശ വന്നപ്പോൾ ആദ്യം വന്ന് രണ്ടാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടത് കാളക്കുട്ടി ആരാധിക്കുന്ന ആ അവിശ്വസ്തതയാണ്. മോശ ഏലിയാട് നിൽക്കുന്നതുകൊണ്ട് ഏലിയായും മോശയും വ്യത്യസ്തപ്പെടുന്നില്ല, താമരമലയേക്കാണ്. അപ്പോൾ മോശയുടെ അനുഭവം ഏലിയാട് ഏണ്ടും ഒരുപോലെ. അപ്പോൾ ഈ ജനത്തിന് അവിശ്വസ്തതയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിന്നിരുന്നത്. അത് കഴിഞ്ഞതുകൊണ്ട് ഇത് മലമുകളിലേക്ക് കയറി ചെന്നു. ഇതുപോലെയാണ് ഏലിയ വീണ്ടും ചെന്ന് തൻ്റെ ജനത്തിൻ്റെ അവിശ്വസ്തത, തൻ്റെ രാജാവിൻ്റെ അവിശ്വസ്തത, തൻ്റെ രാജ്യത്തിൻ്റെ അവിശ്വസ്തത, രാജ്യം മുഴുവൻ അവിശ്വസ്തമായി പോയിട്ട് അതിൻ്റെ പരാതിയായിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരം രണ്ടുപേരും ശ്രമിച്ചു. ദൈവത്തിന് സ്വരം ശ്രമിച്ചാണ് രണ്ടുപേരും തോന്നുന്നത്. അപ്പോൾ ദൈവമഹത്വം ദർശിക്കുകയും ചെയ്തു. അതുകൊണ്ട് രണ്ടുപേരും ആ ദൗത്യം സ്വീകരിച്ചത് കേട്ടിട്ട് എല്ലാ ദൗത്യം സ്വീകരിച്ചതിന് ശേഷം മലയിലെ ഗുഹയിലേക്ക് അദ്ദേഹം ചെന്ന് കയറി. അപ്പോൾ അവിടെ ചെന്ന് എന്തിനാണ് പോകുന്നത്? അവിടെ പോയി മാപ്പിരക്കാനാ മോശ പോയി, പക്ഷേ പരാതിപ്പെടാനാണ് ഏലിയ പോയി. അതായത് ഈ ജനത്തിന് വേണ്ടി മാപ്പിരക്കാൻ പോയി. ഏലി പോയതിനു വേണ്ടി പരാതിപ്പെടാനാ. ഇത്ര പണിയൊക്കെ ചെയ്തിട്ട് ഈ ജനം ഇങ്ങനെയായിപ്പോയല്ലോ, ഒരെണ്ണം പോലും വിശ്വാസമുള്ളതില്ലല്ലോ, എല്ലാം കണ്ടില്ലേ മുഴുവൻ നിൻ്റെ എല്ലാവരെയും അവർ കൊന്നെടുക്കുക ചെയ്തില്ല എന്നൊക്കെ പറയും പരാതിപ്പെടാനാണ് പോയത്. പിന്നെ വ്യത്യാസതയുണ്ട്. അപ്പോൾ പ്രത്യക്ഷപ്പെട്ട പ്രതിഭാസങ്ങളും എന്തൊക്കെയാണ് പ്രതിഭാസങ്ങളും പ്രത്യക്ഷപ്പെട്ട് വന്നുണ്ടായിരുന്നത്? വലിയ ദൈവാനുഭവം അവിടെ ആ സമയത്തുണ്ടായിരുന്ന ആ വലിയ പ്രതിഭാസം ഏതാണ്ട് ഒരുപോലെ തന്നെയായിരുന്നില്ലേ? ദൈവത്തിന് പ്രത്യക്ഷപ്പെട്ട് അല്ല മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് എനിക്ക് പ്രത്യക്ഷപ്പെട്ടതൊക്കെ. അപ്പോൾ രണ്ടുപേരും വചനം ശ്രമിച്ചു. അവിടെ എന്നാ അവിടെ ആശ്വാസം അതിനൊന്നും ദൈവം പറയുന്നില്ല. ഏലിയുടെ പുറമെ അങ്ങോട്ട് പെട്ടെന്ന് മോനെ സാരയില്ല, കുഴപ്പമില്ലടാ, നീയുണ്ട് എന്നല്ല പറഞ്ഞേ, ഒന്നും മിണ്ടുന്നില്ല. ഈ പരാതിക്ക് ഒരു മറുപടിയുമില്ല. തന്നെയുമില്ല, ദൗത്യം ഏൽപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് പുതിയ വെളിപാട് നൽകുന്നില്ല. പിന്നെ എന്താ പറഞ്ഞേ? നീ എവിടെ ആകുന്നു ചോദിച്ചു. ദാറ്റ് അദ്ദേഹത്തെ ആത്മശോധനയ്ക്ക് നിർബന്ധിക്കുക. വാട്ട് യു ആർ, വേർ യു ആർ ആൻഡ് വാട്ട് ഈസ് യുവർ മൈൻഡ്, എന്താ നീ ചിന്തിക്കുന്നത്, അത് പരിശോധിക്കാനാണ് പറയും. നീ എവിടെയാകുന്നു എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഏലിയ നീ എവിടെയാകുന്നു എന്ന ചോദ്യം പ്രവാചകൻ്റെ ആത്മാവിലേക്ക് കയറുന്ന ചോദ്യമാണ്. അതായത് നീ വാസ്തവത്തിൽ എവിടെയാണ്? യു ആർ ഔട്ട് ഓഫ് യുവർ സെൽഫ് നൗ. നീ നിന്നിൽ നിന്ന് പുറത്തായിപ്പം. നീ നിൽക്കേണ്ടതല്ല നിൽക്കുന്നത്. നീ പരാതിപ്പെട്ടുകൊണ്ട് നടക്കുക മറ്റുള്ളവരെ കുറിച്ച്, അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നീ നിൻ്റെ ദൗത്യം നിർവഹിക്കും. നീ എവിടെയാണ്? അപ്പോൾ ആത്മപരിശോധനയ്ക്ക് വിളിച്ചു. അതുകൊണ്ട് നീ എന്തിനു ഇവിടെ ഒളിച്ചെന്നാണ് ചോദിക്കുന്നത്. നീ എന്തിനാണ് ഒളിച്ചത്? ഈ ഹോറബ് മലയിലേക്ക് പിന്നെ ജസബേ രാജ്ഞിയെ ഭയപ്പെട്ട് ലാഹം ഭയപ്പെട്ട് ഓടിയെന്നിവിടെ എന്തിനാ ഒളിച്ചെന്ന ചോദ്യത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് നീ മാത്രം വിശ്വസ്തനാണോ? നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിചാരിക്കുന്നത്? അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അതുകൊണ്ട് മറുപടിക്ക് പകരം കർത്താവ് പറയുന്നത്, ആശ്വാസവചനത്തിന് പകരം കർത്താവ് പറയുന്നത്, നീ മലയിൽ കർത്താവിന് മുമ്പിൽ വന്ന് നിൽക്കുക എന്നാണ് പറയും. ഇതാണ് എൻ്റെ മറുപടി. അപ്പോൾ കണ്ടില്ലേ, നീ കർത്താവിന് മുമ്പിൽ വന്ന് നിൽക്ക്, അപ്പം നിനക്ക് കിട്ടും എന്നാണെന്ന് ധൈര്യം. അപ്പം നമുക്കും ഇത് തന്നെ ഒരു ചോദ്യം ഉന്നയിക്കാൻ പാടും. നമ്മുടെ ജീവിതത്തിൻ്റെ സംഘർഷാവസ്ഥയിലൊക്കെ കർത്താവിൻ്റെ ചോദ്യം ഉയരുന്നു എന്ന് വിചാരിക്കുക. നീ എവിടെയാണ് എന്ന് പറയാം. നീ ഇപ്പോൾ സംഘർഷപരമായ അവസരത്തിൽ എൻ്റെ മനസ്സിനോട് ദൈവം ചോദിക്കുക, വാട്ട് യു ആർ, നീ എവിടെയാണ്? നീ വന്ന് നിൽക്ക്, എൻ്റെ മുമ്പിൽ വന്ന് നിൽക്ക്, കർത്താവിന് മുമ്പിൽ വന്ന് നിൽക്കാൻ. അപ്പോൾ അതുകൊണ്ട് പരാതിയെക്കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ല. അപ്പോൾ എനിക്ക് അന്ന് പുതിയ വെളിപാടൊന്നും നൽകുന്നത്, നീ ഇവിടെ വന്ന് നിൽക്ക്, അപ്പോൾ വേണ്ട എന്നൊന്ന് പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഭയങ്കര കൊടുങ്കാറ്റ്, ഞാൻ പറഞ്ഞല്ലോ കൊടുങ്കാറ്റുണ്ടായി. പിന്നെ കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പാറയൊക്കെ തകർന്ന് മലയൊക്കെ തകർന്ന് അതിഭയങ്കര കൊടുങ്കാറ്റ് കഴിഞ്ഞ ഉടനെ ഭൂകമ്പം കഴിഞ്ഞ് ഇളക്കം മുഴുവൻ പറ്റി ഭയങ്കരമായിട്ട് ഭൂകമ്പം കഴിഞ്ഞ ഉടനെ അഗ്നി അങ്ങ് വ്യാപിച്ചു. ഇവിടെ ഒന്നും ദൈവമില്ലായിരുന്നു. അപ്പോഴായി മൃദുല സ്വരം എന്ന് ഞാൻ പറയും. മൃദുല സ്വരം അനുദിന സാധാരണമായ സംഭവങ്ങളിൽ ദൈവ സാന്നിധ്യം ഇങ്ങനെ അത്ഭുതകരമായ സംഭവങ്ങളോട് മാത്രമേ കാണാവൂ എന്നില്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചെന്ന് വരാം, അത്ഭുതകരമായ സംഭവങ്ങൾ അടയാളങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മൃദുല സ്വരം, നിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ നിന്നാണ് സ്വരം കേൾക്കുന്നത്. ആ ചോദ്യം വീണ്ടും ചോദിക്കുക, നീ അവിടെ എന്ത് ചെയ്യുന്നുവെന്ന്. എന്ന് പറഞ്ഞാൽ തൻ്റെ സ്വകാര്യ ദുഃഖത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ അവന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇവിടെ സ്വകാര്യ ദുഃഖത്തിലാണ് പൂണ്ട് കിടക്കുക ഏലിയ. അതായത് ഇവിടെ നിനക്ക് വേണ്ടി ആരുമില്ല, ഞാൻ ഇത്രയും ചെയ്തു, ജനമുള്ള അവിശ്വസ്തതയാണ്. ആ സ്വകാര്യ ദുഃഖം അവിടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന പറയാണ്, നീ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ കൂടുതൽ അപകടകരമായ ദൗത്യത്തിൽ ഞാൻ വിടാൻ പോകാം. കൂടുതൽ അപകടകരമാണ്. എന്നാ നമ്മുടെ ദൗത്യം എന്നാ പറയാൻ പോകുന്നത്? സിറിയയിൽ
അപ്പം ഈ പറയുന്ന അഹേലിനെ രാജാവായിട്ട് വഴിക്കാനാവും. അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതൊക്കെ ചെന്ന് ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അപകടകരമായ നീ അതിനുവേണ്ടി ഒരുങ്ങണം. അല്ലാതെ നീ ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവസാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ കർത്താവിനെ കൊണ്ട് തീറ്റുന്നത് ജ്വലിക്കാമെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ജ്വലിക്കണം, പക്ഷേ പ്രവൃത്തിയിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ കൂടുതൽ അപകട സാന്നിധ്യത്തിലേക്ക് പോകണം. അപ്പോൾ നിന്നെ ഞാൻ അഭിഷേകം ചെയ്യണം, നീ രണ്ടുപേര് രാജാവായി. തന്നെയല്ല, പ്രവാചകനെ നിനക്ക് മുൻകൂട്ടി നിന്റെ കാലം കഴിഞ്ഞാൽ, നിന്റെ സ്ഥിരത അവസാനിക്കുമ്പോൾ അത് കഴിയുമ്പോൾ ഇത് തുടരണം. അതിന് വേണ്ടിയിട്ട് എലീഷ അഭിഷേകം ചെയ്യണം. തന്നെയല്ല 7000 പേരും നീ പേടിക്കേണ്ട അവിടെ അവശേഷിച്ചിട്ടുണ്ട്. നീ തനിച്ചൊന്നുമല്ല. നമ്മൾ ചിന്തിക്കണം, ആ ലോകത്തിൽ വിശ്വസിക്കുന്നു പറയുമ്പോൾ നമ്മൾ തനിച്ചൊന്നുമല്ല. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു 140 കോടി ജനങ്ങളാണ് സഭയിലുള്ളത്. അതിൽ വിശ്വാസം കുറവുള്ളവരും കൂടുതലുള്ളവരും ഒക്കെ ഉണ്ട്. എന്നാൽ അതിന് ലക്ഷക്കണക്കിന് ആളുകൾ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ആത്മാവിനെ മുഴുവൻ കൊടുത്ത് കത്തിജ്വലിച്ച് നടക്കുന്ന 10,000ങ്ങളുള്ള സമൂഹമാണ് സഭയെന്ന് പറയും. നാം വിശ്വസിക്കേണ്ട കാര്യമാണ്. അല്ല, ചെറിയ കുറവുകളൊക്കെ അവിടെ ഇവിടെയും കാണുമ്പോൾ ചില ആൾ എടുത്ത് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇതെല്ലാം ഇങ്ങനെയാണ്, നാശമാണ്, ഒരു രക്ഷയില്ല, സഭയൊന്നും നന്നാകാൻ പോകുന്നില്ല, ഇതെല്ലാം നശിച്ചു പോകും എന്നൊക്കെ പറയുന്ന നിഷേധാത്മക ചിന്തയുള്ള നെഗറ്റീവായിട്ട് പെസിമിസ്റ്റുകളുടെ ചിന്തയല്ല നമ്മൾ ധരിപ്പിക്കുക. നമ്മൾ നയിക്കേണ്ടത് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ കാണുന്ന, ദൈവപരിപാലനെ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ ഇടപെടലിനെ കാണുന്ന ആൾക്കാരുടെ ചിന്തയാണ് നമ്മളെ സ്വാധീനിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നീ മാത്രമാണ് വിശ്വസ്തനാണെന്ന് ഒരിക്കലും കരുതരുത്. നീ ചിന്തിച്ചാണ് തീരുന്നത്, നീ മാത്രം വിശ്വസ്തനല്ല, നിന്നേക്കാൾ വിശ്വസ്തനായിട്ടുള്ളവൻ സഭയിലുണ്ട്. അപ്പോൾ അല്ലോ പള്ളികളെല്ലാം ആളുകൾ പ്രചരിപ്പിക്കാനാക്കാൻ പറ്റും. ചിലപ്പോൾ വലിയ കാര്യമായിട്ട് പറഞ്ഞു കേൾക്കാൻ പറ്റും. ഇവിടുത്തെ സമയത്ത് പറയാൻ കണ്ടില്ലേ, പാശ്ചാത്യ നാടുകളിൽ പള്ളികളെല്ലാം പൂട്ടിപ്പോകുന്നു, അവിടെ എന്താ നമ്മൾ പള്ളികളെല്ലാം വിൽക്കുകയാണ്, അല്ലാതെല്ലാം ഒക്കെ മദ്യശാലയൊക്കെ മാറ്റിയാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി തന്നെ ഇല്ലാണ്ടാകാൻ പോകാന്നൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച് കഴിയുമ്പം സാധാരണ പാവങ്ങൾക്ക് ഉൾക്കേണ്ടതുണ്ടാകും. ഇതൊന്നും നടക്കില്ല, ഇതൊന്നുമില്ല സഹോദരങ്ങൾക്ക് തെറ്റാം. പ്രത്യേക സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്, സംശയമൊന്നുമില്ല. കാരണം പണ്ടത്തെ കാലഘട്ടങ്ങളിൽ ബിസിനസ് മുഴുവൻ, വ്യാപാരം മുഴുവൻ നടന്നിരുന്ന പട്ടണങ്ങളിലാണ്. ആ പട്ടണങ്ങളിലെ വ്യവസായം നടന്നിരുന്നത്. അപ്പം ജനങ്ങൾ വില്ലേജിലെ പട്ടണങ്ങളിലേക്ക് കടന്നു വന്നു. പട്ടണത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ പട്ടണങ്ങൾക്ക് എന്താ സംഭവിച്ചത്? പട്ടണത്തിൽ വീണ്ടും കുറേ കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ശാസ്ത്ര പുരോഗതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന രീതിയിലേക്ക് ഈ വ്യവസായ സംഗതി, ഇൻഡസ്ട്രിയൽ വർക്ക് അങ്ങോട്ട് പുരോഗമിച്ചു. ഇല്ല, നമ്മുടെ പിള്ളേർ വന്ന് വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞിരിക്കുന്നതാണല്ലേ. പ്രധാനമന്ത്രി പറഞ്ഞില്ലേ, വർക്ക് അറ്റ് ഹോം പ്രോത്സാഹിപ്പിക്കും, ചിലവ് കുറവാണ്. ഇതവിടെ സംഭവിച്ചപ്പോൾ എന്നാ ചെയ്തു? വില്ലേജിലേക്ക് തിരിച്ചു പോയപ്പോൾ പട്ടണത്തിലുള്ള ആൾക്കാർക്ക് അവർ പണം ഉയർത്ത പള്ളി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പണമില്ലാണ്ട് തോന്നും. കാരണം ആളുകളില്ല, ആൾ പോയതാ വില്ലേജിലേക്ക്, അല്ല ആളില്ലാണ്ട് ഒന്നുമല്ല. അതേസമയത്ത് മറുഭാഗത്ത് മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്ന വികൃതി കൊണ്ട് ജനത്തെ കണ്ടമാനം നിയന്ത്രിച്ചുകൊണ്ട് പിള്ളേരില്ലാണ്ട് വന്നപ്പോൾ അതിൻ്റെതായ കുറവ് വന്നു. മനുഷ്യൻ്റെ ഭാഗത്തുള്ള വീഴ്ച അവിടെ ഉണ്ടെങ്കിൽ തന്നെയും ആ വില്ലേജുകളിലൊക്കെ ചെന്ന് നോക്കി നമുക്കറിയാം, വിശ്വാസമുള്ള സമൂഹം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ട്. അത് ചെന്ന് അവിടെ ജീവിക്കുന്നത് മാത്രമേ മനസ്സിലാക്കൂ. ഈയിടെ ഒരു ലേഡി അമേരിക്കയിൽ പോയിട്ട് വന്നിട്ട് അവർക്ക് ഭയങ്കരമായ രീതിയിൽ എല്ലാം നെഗറ്റീവായിട്ട് വന്നു. 2 വർഷം ജീവിച്ച് വന്നിട്ട് പറയുന്ന ഒരു ഇൻ്റർവ്യൂ, മുഴുവൻ കുഴപ്പം, അമേരിക്ക മുഴുവൻ കുഴപ്പമാണ്. എന്തുമാത്രം യേശുവിൻ്റെ പിന്നാലെ പോകുന്ന 10,000 ഉണർന്നു വരുന്ന ഘട്ടമാണ് ഇപ്പോൾ അമേരിക്കയിൽ. അന്നേരം ഇവരിതൊന്നും കണ്ടില്ല, അവരൊന്നും കാണില്ല, അവർക്ക് ദർശിക്കാൻ പറ്റില്ല. അവരാണ്ട് വില്ലേജിലേക്കോ ഭാഗത്ത് പോയി 2 മാസം 2 വർഷം ജീവിച്ചിരുന്ന ഇവിടെ മുഴുവൻ വലിയ പ്രശ്നമാണ് എന്ന രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും നശിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനമല്ല സഭയെന്ന് പറയും. ലോകാവസാനം വഴി ഞാൻ നിങ്ങളുടെ ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പോയിട്ട്, അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് മയങ്ങിക്കിടക്കുന്ന, അതായത് പേടിച്ച് മയങ്ങിക്കിടന്ന ഏലിയായുടെ കർത്താവ് തട്ടി ഉണർന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മയക്കങ്ങളുണ്ടാകും. ഒന്നും ചെയ്യാൻ പറ്റാത്ത, നിവൃത്തിയില്ലാത്ത, കഴിവില്ലാത്ത അവസ്ഥയാണ് ഈ മയങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വിളിച്ചവനോടുള്ള പ്രതിബദ്ധത നമുക്ക് ആവശ്യം. നീ എണീറ്റം, നീ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കാം, നീ വീണ്ടും യാത്ര തുടരണം. നിരാശ ആലസ്യത്തിലേക്ക് നമ്മൾ നയിക്കുക. അങ്ങനെ ഇന്ന് പല ചെറുപ്പക്കാരും വന്ന് സംഭവിച്ചിരിക്കുന്നത്. അവർ പരീക്ഷ ഇപ്പം കണ്ടില്ല, ഉടനെ ഇപ്പം സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പരീക്ഷ എന്തുമാത്രം നിരാശ പിള്ളേർക്കുണ്ടാക്കിയിരിക്കുന്ന ആലോചിച്ച് നോക്കി, എന്തുമാത്രം നിരാശ ഉണ്ടാക്കിയിരിക്കും. അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പരീക്ഷ വീണ്ടും നിശ്ചയിച്ചിരിക്കും. അപ്പോൾ നിരാശ ആലസ്യം വേണ്ട, നമ്മൾ വീണ്ടും ഇതിനൊക്കെ ഫേസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ശരിയായ രീതിയിൽ, അതായത് നമ്മളെ തന്നെ ജീവിതത്തിൻ്റെ ആത്മാവിലാപമല്ല പ്രധാനപ്പെട്ടത്, ദൗത്യബോധമാണ്, ദൗത്യ നിറവായിട്ടും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അസാധാരണമര്യതയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം അസാധാരണ രീതിയിൽ പ്രകടിപ്പിച്ച് കിട്ടുന്ന വിചാരിക്കണം. സാധാരണ അനുഭവങ്ങളിലാണ് കർത്താവിനെ കാണുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടി ഏകാഗ്രതയോടുകൂടി ദൈവസന്നിധിയിലേക്ക് പോകാനുള്ള സാന്നിധ്യ അനുഭവം നമുക്കുണ്ടാകണം. അതുകൊണ്ട് അല്ലാത്ത തെറ്റിദ്ധാരണയെല്ലാം മാറ്റേണ്ടതാണ്. അതായത് കർത്താവിന് വേണ്ടിയുള്ള തീർന്നയും ജ്വലിക്കുന്നയാൾ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് അധികാത്ത തീഷ്ണതയുടെ ആധിക്യം അഹങ്കാരത്തിലേക്ക് നമ്മൾ നയിക്കാൻ പാടില്ല.
അങ്ങനെ ഒരു ആൾക്കാരുണ്ട്. പ്രാർത്ഥനയിൽ തീക്ഷ്ണത ചൊലിച്ചു കഴിയുമ്പം ബാക്കിയുള്ളവരെല്ലാം കുറ്റക്കാരും കുഴപ്പക്കാരും അവരാണ് പ്രാർത്ഥിക്കാത്തവർ എന്നും പറഞ്ഞ് പിടിക്കുക അപവാദം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അത് ശരിയല്ല, അതൊന്നും ശരിയല്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവം വരം നൽകിയിട്ടുള്ള നല്ല കാര്യം. മറ്റുള്ള പ്രാർത്ഥനയ്ക്ക് വന്നുകൊള്ളും. അപ്പോൾ അതുകൊണ്ട് പരദൂഷണം ആയിട്ടുള്ള രീതിയിൽ നടക്കുന്ന വിശ്വാസത്തിൻ്റെ ശരിയായ ആവിഷ്കാരമല്ല. അപ്പോൾ തീക്ഷ്ണതയുള്ളത് അത് നമ്മളെ അഹങ്കാരത്തിലേക്ക് നയിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൗത്യ നിർവഹണത്തിൽ നിങ്ങൾ സന്നദ്ധരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പോർഷൻ, ഈ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അപ്പം ഒരു പ്രവാചകൻ കണ്ടുകൂട്ടുന്നു. അങ്ങനെ അത് കഴിഞ്ഞത് എണീറ്റ് പോയി. ഇതെല്ലാം കഴിയുമ്പോൾ അങ്ങ് പോയ വഴിക്കാണ് 12 ഏർ കാളുകളുള്ള സമ്പന്നനായ ഒരു കർഷകനെ കണ്ടു. അതാണ് എലീഷ. പാവപ്പെട്ടനായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്ത് അങ്കി എടുത്തുകൊണ്ട് ഹോളേക്ക് ഇട്ട് കൊടുത്തു. അതായത് പ്രവാചകൻ അങ്കി ഭക്തിയുടെ പ്രതീകമാണ്. അങ്ങ് എടുത്തിട്ട് കൊടുത്തു. ഒന്നര അവൻ എടുത്ത് പെട്ടെന്ന് പോയി കൂടെ കഴിഞ്ഞ് വന്നു പോയിട്ട് ചോദിച്ചു, അയ്യോ ഞാൻ വീട്ടിൽ പോയെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പിന്നാലെ വരട്ടെ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ തന്നെയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഉടനെ ചെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? വീട്ടിൽ പറയാനൊന്നും പോയില്ല. 2 പേർക്ക് ആളുകളെയൊക്കെ പെട്ടെന്ന് അതിനെ കൊന്ന് ശരിയാക്കി എല്ലാവർക്കും പങ്കുവെച്ച് കൊടുത്തേച്ച് ആ കലപ്പ വെട്ടിപ്പൊളിച്ച് അത് ഭയങ്കരമായ അഗ്നികുണ്ഡമാക്കി മാറ്റി അവിടെ വെച്ച് ഇത് ഇറച്ചിയൊക്കെ വറുത്ത് ആളുകൾക്ക് കൊടുക്കും. എന്നാ സാഹചര്യം? ഇനി ഞാൻ അങ്ങോട്ടില്ല. അതായത് ഇനി പഴയ ജീവിത രീതിയിലേക്കില്ല, ഞാൻ പോകുന്നു. ഒരു വിളി കിട്ടി ഉള്ളിൽ. ആ വിളിയാണ് എലീഷായി കിട്ടിയത്. ഏലിയാർ പറയപ്പോഴാണല്ലോ വിളി. അപ്പോൾ അങ്ങോട്ട് നേരെ അങ്ങോട്ട് എലീഷ അങ്ങ് ചെന്നുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ പിന്നീട് നമുക്ക് കാണുന്നുണ്ട്. എലീഷയെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് എത്ര ശക്തനായ ഒരു പ്രവാചകനായിരുന്നു എന്ന്. അപ്പോൾ വിളി ലഭിക്കുമ്പോൾ കർത്താവിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. ആ കലപ്പ അദ്ദേഹം കത്തിച്ച് കളയാനായിട്ടിടയായി. ഇതുവരെ അദ്ദേഹത്തെ താങ്ങി നിർത്തിയിരുന്ന സമ്പത്തിൻ്റെ ഉറവിടവും അതിൻ്റെ അടയാളവും ആയിരുന്ന കലപ്പ അത് കെട്ടിച്ചു കളയും. ഇത് കാരണം എനിക്ക് ഇനി അത് വേണ്ട, ദൈവപരിപാലനം മാത്രം മതി. ആ കലപ്പയിൽ കൈവിട്ടിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്നവൻ എനിക്ക് യോഗ്യനല്ലെന്ന് കർത്താവ് പറഞ്ഞില്ലേ? അത് തന്നെയാണ്. ഇപ്പോൾ കർത്താവിനെ വിളി സ്വീകരിച്ചിട്ട് പിന്നെ പുറകോട്ട് പോകുന്നത് ശരിയാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതത്തിലുള്ള വിട പറയലാണ് ആ കലപ്പ കത്തിച്ച് കളയുന്നു എന്നുള്ളത്. അപ്പോൾ അത് കർത്താവിൽ സുരക്ഷിതത്വം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുമ്പോട്ട്. നമുക്ക് ഈ ഭാഗം സമാപിപ്പിക്കുക. അടുത്ത പ്രാവശ്യം പിന്നെ ലീഷായിലേക്ക് കിടക്കുകയാണ്. അപ്പം ഈ ഭാഗം ഒന്നുകൂടെ ധ്യാനിച്ചു പോയാൽ നമുക്ക് ആത്മീയമായ ഫലം ചെയ്യും. ഇതൊക്കെ പല പ്രസംഗങ്ങളും കേട്ടിട്ടുള്ളതാണ് ഏലിയാർ കാര്യം. പക്ഷേ അത് സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടി അതൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് നല്ല ആത്മീയ ചിന്തകൾ കടന്നു വരും. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോയും കൃപയും പിതാവിന്റെ സ്നേഹം പരിശുദ്ധാത്മാ സഹവാസം ഉണ്ടായി ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ.